നടൻ ബാലചന്ദ്ര മേനോനെ സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി മിനു മുനീർ അറസ്റ്റിലായിട്ടുണ്ട്. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. നടി പിന്നീട് ജാമ്യത്തിൽ വിട്ടു. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏത് തരത്തിൽ അപമാനിച്ചു എന്നുള്ളതായിരുന്നു പരാതി? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നേരത്തെ മാധ്യമങ്ങൾക്ക്, അത് ഓൺലൈൻ ചില മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ വലിയ മോശമായ രീതിയിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇവർ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയിരുന്നത്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ വന്ന സാഹചര്യത്തിൽ ആദ്യം ഉയർന്ന പരാതിയും കേസുമെല്ലാം ഈ നടിയുടേതായിരുന്നു. ഇവർ ബാലചന്ദ്ര മേനോൻ അടക്കം നടൻ ജയസൂര്യ അടക്കം 7 പേർക്കെതിരെയാണ് പരാതി നൽകിയിരുന്നത്. നടൻ ജയസൂര്യക്കെതിരെ പരാതി വന്നിരുന്നു. അതിനുശേഷം ബാലചന്ദ്ര മേനോനെതിരെ പരാതി വന്നിരുന്നു. ഇദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ തന്നോട് വളരെ മോശമായി പെരുമാറി എന്നതടക്കമുള്ളതായിരുന്നു ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതനുസരിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും പോലീസ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങളില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസ് തള്ളിയിരുന്നു. കോടതിയിലും ഈ കേസ് തള്ളിയിരുന്നു. തുടർന്ന് കോടതി തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ വരെ നോട്ടീസ് നൽകി അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബാലചന്ദ്ര മേനോൻ പിന്നീട് ഈ കേസുമായി മുന്നോട്ട് വരുന്നതും. ബാലചന്ദ്ര മേനോൻ നേരത്തെ തന്നെ അവർക്കെതിരെ ഇവർ ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ സത്യവിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കോടതി കൂടി ഇത്തരം നടപടികൾ അവസാനിപ്പിച്ച സ്ഥിതിക്കാണ് ഈ പരാതി ബാലചന്ദ്ര മേനോൻ്റെ പരാതിയിലേക്കടക്കം പോലീസ് കടക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇന്ന് അതിൻ്റെ ഒരു തുടർ നടപടികളുടെ ഭാഗമായി സൈബർ പോലീസ് എറണാകുളം സൈബർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഇക്കാര്യങ്ങൾ നടത്തി അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇൻഫോ പാർക്ക് പോലീസിലെത്തി അവിടെ എത്തുകയും സൈബർ വിഭാഗം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് 7 പേർക്ക് എതിരെയാണ് ഇവർ കേസ് ഉന്നയിച്ചിരിക്കുന്നത്. അതിലുമൊന്നും കാര്യമായ രീതിയിലുള്ളൊരു അന്വേഷണമോ തുടർന്നു പോക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇവർ തന്നെ ഈ പരാതി പിൻവലിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. പിന്നീട് താൻ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും ഈ ബാലചന്ദ്ര മേനോനെതിരായ കേസ് അന്വേഷിക്കുകയും അതിൽ മറ്റ് നടപടികളില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പോലീസ് ചെയ്തു. അത് കേസ് തെളിവില്ലാത്തതും അത് കോടതി തന്നെ അത് നിരാകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോന്റെ പരാതിയിലടക്കം നടിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അവിടെ ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നിരവധിയായ പരാതികൾ ഉയർന്നിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ആ പരാതികളിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ളവർക്ക് അതിനുള്ള അവസരം നൽകിയിരുന്നു. പക്ഷേ അത്തരം കേസുകളെല്ലാം റദ്ദാക്കപ്പെട്ട സാഹചര്യമുണ്ട്. ആരും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല. അതിനിടയിലായിരുന്നു വലിയ സംവാദങ്ങൾ, ടെലിവിഷൻ ചർച്ചകൾ, യൂട്യൂബുകളിലൊക്കെ ഇവരെ പോലെയുള്ളവർ ചർച്ചകൾ നടത്തിയത്. അതിൽ പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത്തരം ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ബാലചന്ദ്ര മേനോന് നേരെ ഉന്നയിക്കപ്പെട്ടത്. അതിലാണ് ബാലചന്ദ്ര മേനോൻ തിരിച്ചവർക്ക് മിനു മുനീറിന് എതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടിട്ടുള്ള സാഹചര്യമാണല്ലോ ഉള്ളത്. പക്ഷേ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണോ ബാലചന്ദ്ര മേനോന്റെ നിലപാട്? ഒപ്പം ഇവരുടെ പ്രതികരണങ്ങൾ കൂടുതലായി വരുന്നുണ്ടോ പുറത്ത്? ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു തുടർ നടപടികളുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബാലചന്ദ്ര മേനോൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാലചന്ദ്ര മേനോൻ നേരത്തെയും അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഇത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ്. തൻ്റെ ഒരു വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ അനുവദിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും താൻ ഇതിൽ പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അന്ന് ഈ ആക്ഷേപം ഉയർന്നപ്പോൾ, ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഈ ബാലചന്ദ്ര മേനോൻ വ്യക്തമാക്കിയിരുന്നതുമാണ്. തുടർന്നാണ് ഈ കേസിലെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും അതിൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വരികയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന പരാതികൾ പലതിലും തന്നെയും ഈ പരാതിക്കാർ തന്നെ പിന്നാക്കം പോകുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരുന്നു. തുടർന്ന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ വരികയും പല കേസും തന്നെ അതിൻ്റെ ഒരു പാതി വഴിയിലെല്ലാം തന്നെ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. തെളിവ് ശേഖരണമടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഈ വൈഷമ്യങ്ങൾ തുടർന്ന് വെച്ച കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം നേരിടേണ്ടി വരികയും ചെയ്തത്. തുടർന്ന് ഭൂരിഭാഗം കേസുകളും തന്നെ അത് അവസാനിപ്പിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതിൽ തന്നെയായിരുന്നു അതിന് മുന്നേ തന്നെ അന്വേഷണം നടത്തി അതിൽ തെളിവില്ല എന്ന് കണ്ടാണ് ഈ മിനു മുനീർ നൽകിയ പരാതിയിലടക്കം കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ
അതിന് മറുപടിയായി ബാലചന്ദ്രൻ മേനോൻ നൽകിയ അങ്ങനെ ഒരു കൗണ്ടർ കേസിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. യെസ്, തീർച്ചയായും മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധതയെ തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ. അതിൽ തന്നെ വലിയ ചർച്ചകളും സംവാദങ്ങളും ഒക്കെയാണ് നടന്നത്. പക്ഷേ അപ്പോഴും തെറ്റായ ആരോപണങ്ങൾ ആണ് ഉന്നയിക്കുന്നത് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കപ്പെട്ടെ.